കണ്ണൂർ ആറളം ഫാമിലെ ഭൂമി പാട്ടത്തിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ സമരവുമായി CPM സംഘടനയായ AKS. സ്വകാര്യ സംരംഭകരുമായുള്ള കരാറുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് AKS കുടിൽകെട്ടി സമരം ചെയ്യും. പട്ടികവർഗ വകുപ്പും സർക്കാർ ഫാം മാനേജ്മെന്റും അറിയാതെയാണ് തീരുമാനമെടുത്തത് എന്ന് MV ജയരാജൻ പറഞ്ഞു. ആറളം ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ തറവാട്ട് സ്വത്തല്ലെന്നും MV ജയരാജൻ വിമർശിച്ചു. ആദ്യം വാക്കുകളിലേക്ക്. അടിസ്ഥാനപരമായ പ്രശ്നം ആദിവാസികളുടെ പുനരധിവാസ ഗ്രാമമെന്ന നിലയിൽ 2006 ആരംഭിച്ച ആറളം ഫാം അതിൻ്റെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് കൊടുത്തത് നിയമവിരുദ്ധമാണ്. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താ? ഇങ്ങനെയൊരു പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിലാളെ നിയമിക്കുന്നു. ആളെ നിയമിക്കുന്നത് കുറച്ചാക്കി ജോലി കിട്ടുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ അതിനും വ്യവസ്ഥ വേണ്ടേ? ഒന്ന്, ചെയ്തത് തന്നെ നിയമവിരുദ്ധം. രണ്ട്, അങ്ങനെ ആളെ ജോലിക്ക് വെക്കുമ്പോൾ നിലവിൽ ഈ ആദിവാസി ഗ്രാമത്തിലുള്ള തൊഴിലില്ലാത്ത വരുമാനമില്ലാത്ത ആദിവാസികളില്ലേ? ഇപ്പോൾ MD പറയുന്നു പോലും നിങ്ങൾ AKS വിട്ടു വന്നാൽ നിങ്ങൾക്ക് ജോലി നൽകാം. ഇതെന്താ? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ തറവാട്ട് സ്വത്താണോ ഈ ആറളം ഫാം ഭൂമി? ശരി, വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, പട്ടികവർഗ വകുപ്പിന്റെ ഭൂമി പാട്ടത്തിന് നൽകി ഫാമിനെ സ്വകാര്യവൽക്കരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. സമരം എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ. ലക്ഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ വാർത്ത നൽകി വരികയാണ്. അതായത് ആറളം ഫാമിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി 49 കോടിയിലേറെ രൂപ മുടക്കി സംസ്ഥാന പട്ടികവർഗ വകുപ്പ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ ഭൂമിയാണ്. അത് ആദിവാസികൾക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കണം എന്നതായിരുന്നു അന്നത്തെ ചട്ടം. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ സംരംഭങ്ങൾക്കും ഈ 2500 ഏക്കറോളം വരുന്ന ഫാമിലെ ഭൂമി മുറിച്ചു നൽകാനുള്ള തീരുമാനത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണകക്ഷിയായ CPIM തന്നെ ഇത്തരത്തിൽ ഈ സമരത്തിന് നേതൃത്വം നൽകി മുന്നോട്ട് വരുന്നു. അവരുടെ സംഘടനയായ ആദിവാസി ക്ഷേമ സമിതി കുടിൽകെട്ടി സമരം എന്ന പ്രത്യക്ഷ സമര രൂപത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ആ സമരത്തിന്റെ ഉദ്ഘാടനത്തിലാണ് ഇത്തരത്തിൽ ഫാം മാനേജ്മെന്റിനെതിരെ വലിയ വിമർശനം CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉന്നയിക്കുന്നത്. തെറ്റായ, വിവരം കെട്ട, നിയമവിരുദ്ധമായ തീരുമാനമാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഈ ഫാമിലെ ഭൂമി നൽകാനുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഏറ്റവും ഗുരുതരമായ കാര്യം, പട്ടികവർഗ വകുപ്പും സർക്കാരും ഇത്തരത്തിലൊരു തീരുമാനം അറിഞ്ഞിട്ടില്ല എന്നാണ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വിമർശിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ഈ ഏക്കർ കണക്കിന് ഭൂമി, 2500 ഏക്കറോളം ഭൂമി വിവിധ സ്വകാര്യ സംരംഭകർക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അതിനെതിരെ CPIM തന്നെ സമരരംഗത്തേക്ക് വരുന്നു. അതൊരു കുടിൽകെട്ടി സമരം. ഫാമിനെ ലാഭത്തിലാക്കാനും ആദിവാസികൾക്ക് തൊഴിൽ ഉറപ്പാക്കാനുമുള്ള പദ്ധതി എന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ഈ വിശദീകരണത്തിൽ പ്രതിഷേധം, പ്രക്ഷോഭം ശക്തമാകുമ്പോഴും മാനേജ്മെന്റ് ഉറച്ചു നിൽക്കുകയാണോ? ആതിഥ്യം സേതുലക്ഷ്മി, ഏതായാലും ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഫാം മാനേജ്മെന്റിന്റെ ഭാഗത്തില്ല. നിലവിൽ 655 ഏക്കറോളം ഭൂമി 3 സംരംഭകർക്കായി നൽകി അവർ അവിടെ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഭരണകക്ഷിയായ CPIMനെ അല്ലെങ്കിൽ അവരുടെ സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയെ പോലും ഇത് ബോധ്യപ്പെടുത്താൻ, ഇത് ആദിവാസികൾക്ക് വേണ്ടിയാണ്, അവരുടെ ഉന്നമനത്തിനാണ്, അല്ലെങ്കിൽ ഫാമിന്റെ ലാഭത്തിന് വേണ്ടിയാണ് ഇത് ബോധ്യപ്പെടുത്താൻ മാനേജ്മെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഈ നൽകുന്ന വാർത്തയിൽ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ഉയർന്നു വരുന്നത്. മറ്റ് ചില താല്പര്യങ്ങളാണ്. ഫാമിനെ നന്നാക്കുക അല്ലെങ്കിൽ ഫാമിനെ ലാഭത്തിലാക്കുക എന്നൊരു താല്പര്യത്തിനപ്പുറത്തേക്ക് മറ്റ് ചില താല്പര്യങ്ങളോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഈ സ്വകാര്യവൽക്കരണം നടക്കുന്നത്. അത് ഫാമിന് വേണ്ടിയാണ് എന്ന് CPIMനെ പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല ഫാം മാനേജ്മെന്റിനെ. മാത്രമല്ല, ഈ ഫാം മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, വിമർശനങ്ങൾ CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ ആ ഫാമിലെ ഈ തീരുമാനത്തിനെതിരെയുള്ള സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തുകയും ചെയ്യുന്നു. ശരി നിഖിൽ, വ്യക്തമാണ്. കണ്ണൂർ ആറളം ഫാമിലെ ഭൂമി പാട്ടത്തിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ സമരവുമായി CPM മുന്നോട്ട് പോകുന്നു. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഫാം മാനേജ്മെന്റും. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവൂർ.